Hi dears, welcome back. ഇന്നൊരു വെറൈറ്റി റൈസ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ വെറൈറ്റി അറബിക് റൈസ്, വെറൈറ്റി ബിരിയാണീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റൈസ് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ചിക്കൻ വെച്ചാണ് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നന്നായി കളഞ്ഞിട്ട് വേണ്ട നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മസാല കൂട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നല്ല കട്ടിയുള്ള തൈരാട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം എടുക്കാം, അല്ലെങ്കിൽ തിക്ക് ക്രീം എടുക്കാം കേട്ടോ. ഏത് ക്രീമായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലപ്പൊടികളും ക്രീമും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കനിൽ തീരെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഇല്ലെങ്കിൽ മാത്രമുള്ളൂ നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് പൊതിഞ്ഞ് നിൽക്കുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ ചിക്കനും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചിക്കനിലൊക്കെ നന്നായിട്ട് ഒരു മസാല ഒക്കെ പിടിക്കട്ടെ. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതൊന്നും കൂടെ നന്നായിട്ട് കട്ടിയായിട്ട് ഈ ഒരു ക്രീമും ഇതൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇനി നമുക്കിതിലേക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ മെഹ്റാൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം ഇത് നമുക്കൊരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ചിക്കന് 1 മണിക്കൂറായ ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫുള്ള് ചിക്കനും പൊരിച്ചെടുക്കാൻ പറ്റും. ചിക്കന് നമ്മൾ ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഒരു സവാളയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സവാള ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റുകയാണ്. ഇതേ ഓയിലിലേക്ക് തന്നെ ഒരു പിടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു പിടി മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ചിക്കന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ചിക്കന് സൺഫ്ലവർ ഓയിൽ അല്ലാതെ ബട്ടറിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബട്ടറിൽ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ ഇതാ മുഴുവനായിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ചെമ്പിലിത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണേ. പട്ട, ഏലക്കായ, ഗ്രാമ്പു അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ റൈസിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ ഇതാ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. പിന്നെ ഈ ഒരു ചിക്കന് നമ്മൾ മസാല കൂട്ടിയിട്ട് ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റൊക്കെ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ചിക്കന് മുഴുവനായിട്ടും ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ ഈ ഒരു ഫുൾ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വെള്ളം കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഞാനൊരു 15 മിനിറ്റാണ് കേട്ടോ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്.
അപ്പോൾ അരി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റായാൽ മാത്രമേ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം കേട്ടോ വെള്ളത്തിൽ, എന്നാലേ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു റൈസ് നമുക്ക് കുക്കായി കിട്ടും. ഈ ഒരു റൈസ് നമുക്കൊരു 3/4 ഭാഗം കുക്കായി കിട്ടിയാൽ മതി കേട്ടോ, ഫുള്ളായിട്ട് കുക്കാവണമെന്നില്ല. പിന്നെ നമുക്കൊരു റൈസ് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് നമുക്കിതുപോലെ തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റിയെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറാക്കി വെക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സവാള ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ഓയിലിലേക്ക് ഒരു 3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായ ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് നെയ്യും ഓയിലും കൂടി ഉള്ള ഒരു മിക്സ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുക. ബാക്കിയുള്ള ഈ ഒരു നെയ്യിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള. അപ്പോൾ അതിൽ 2.5 സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ റൈസ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അരിയൊക്കെ ഇത് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് വഴന്നാൽ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ 3 മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം വറുത്തെടുത്തിട്ടുള്ള സാധനങ്ങളല്ലേ. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തന്നെ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 15 കാഷ്യൂനട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു 3 ക്രീമും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയും ക്രീമൊക്കെ നന്നായിട്ട് മിക്സായ ശേഷം നമുക്കിതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീരും തൈരുമായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഗ്രേവിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊരു ക്രീമിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷം ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഗ്രേവി ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 കയ്യിൽ നമ്മൾ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യും ഓയിലും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രേവി റൈസിൻ്റെ എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ടോ നമ്മൾ ഇതുപോലെ ദം ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കനും നമ്മളിതുപോലെ തന്നെ മൊത്തത്തിൽ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഗ്രേവി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ദം ചെയ്തെടുക്കുന്ന സമയത്ത് റൈസിനും ഗ്രേവിക്കും നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ദം ചെയ്തെടുക്കാൻ പറ്റും. റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള നെയ്യും ഓയിലും കൂടെയുള്ള മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഉള്ള മിക്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയൊരു ബൗളിൽ ഒരു 2 പീസ് ചാർക്കോളൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചെമ്പൊന്ന് അടച്ചു വെക്കാം. നല്ലൊരു സ്മോക്കി ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഞാനൊരു 25 മിനിറ്റ് ആയിട്ട് ദം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ചാർക്കോളിൻ്റെ പീസ് മാറ്റിയിട്ട് ഈ ഒരു റൈസും ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു റൈസ് നമ്മൾ മസാലയും ചിക്കനും എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായ് ചിക്കൻ ടിക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണി കഴിക്കാൻ. നമ്മൾ സാധാ ബിരിയാണിൻ്റെ ടേസ്റ്റേ അല്ല, ഒരുപാട് മസാലകളൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ല, ചെറിയൊരു മസാലിൻ്റെ ഫ്ലേവറാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു മലായ് ചിക്കൻ ടിക്ക ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും റൈസ് ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം.